നമസ്കാരം. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിസരത്തിറങ്ങിയ കാട്ടാനയെ റോഡ് മുറിച്ച് കടത്തിവിടുന്ന പോലീസുകാരൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. ഏഴാറ്റുമുഖം ഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊമ്പനെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ മുഹമ്മദ് ഓടിച്ചുവിടുന്നതായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത്. കൈ ചൂണ്ടി ഉറച്ച ശബ്ദത്തിൽ നിർദ്ദേശം നൽകിയ മുഹമ്മദ് കാട്ടുകൊമ്പനെ റോഡിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ക്രുദ്ധനായി ഏതാനും നിമിഷം മുഹമ്മദിനെ നോക്കി നിൽക്കുന്നുവെങ്കിലും പിന്നീട് അനുസരണയോടെ കൊമ്പൻ കടന്നു പോകുന്നതും വ്യക്തമായി കാണാം. ആനയുടെ വരവ് കണ്ട് വഴിയാത്രക്കാർ അടക്കമുള്ളവർ ഓടി മാറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നാട്ടുകാർ ഷൂട്ട് ചെയ്ത വീഡിയോ പുറത്തു വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് വൈറലായി. കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലും ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. തിരിഞ്ഞോടി ശീലമില്ല, നെഞ്ചും വിരിച്ച് നേരിട്ടേ ഉള്ളൂ. കാട്ടാനയോട് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ മുഹമ്മദ് റോഡ് മുറിച്ച് കടക്കാൻ നിർദ്ദേശിക്കുന്നു എന്ന തലക്കെട്ടും കേരള പോലീസ് ഈ വീഡിയോയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ വീഡിയോ അപ്രത്യക്ഷമായി. വീഡിയോയ്ക്കെതിരെ വ്യാപക വിമർശനമായിരുന്നു ഉയർന്നതും. വീഡിയോ പങ്കുവച്ച പോലീസിനെതിരെ വിമർശനവുമായി ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമാരക്കുടിയും രംഗത്ത് വന്നു. പോലീസിന് മാസ് പരിവേഷം നൽകുന്ന പോസ്റ്റിലെ ഉള്ളടക്കത്തിലുള്ള അപകടമായിരുന്നു മുരളി തുമാരക്കുടി ചൂണ്ടിക്കാട്ടിയത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ധീരന്മാർ ചെറുപ്പത്തിൽ മരിക്കുന്നു. സുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ധീരന്മാർ ചെറുപ്പത്തിൽ മരിക്കുന്നു. ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം നടത്താൻ തോന്നും. പക്ഷേ ഇത് പ്രൊഫഷണലായ രീതിയല്ല. ശരിയായ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളും മാർഗ്ഗരേഖകളും അനുസരിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ് രക്ഷാപ്രവർത്തനം. അവിടെ ധൈര്യമല്ല, നൈപുണ്യമാണ് പ്രധാനം. ഇന്നൊരു പോലീസുകാരൻ കാട്ടാനയെ വഴികടത്തിവിടാൻ ചെയ്ത പ്രവർത്തനം, അതിനെ പ്രകീർത്തിച്ചുള്ള പോലീസിന്റെ പോസ്റ്റുകൾ, ആ പോസ്റ്റിനെ പിന്തുണച്ചുള്ള അനവധി കമന്റുകളൊക്കെ കണ്ടപ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ പ്രൊഫഷണലിസം പോലീസുകാർക്കോ പോലീസിനോ ഇല്ലെന്ന് തോന്നി. 2 വർഷം മുൻപ് ഇത്തരത്തിൽ ഒരു ആനയെ ശാസിച്ച് തിരിച്ചുവിടുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ വാർത്തയും ഇതുപോലെ വൈറലായിരുന്നു. ഇന്ന് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ജീവനോടെ ഇല്ല. ആന ഒരു വന്യമൃഗമാണ്. അതിന് ഫോറസ്റ്റും പോലീസും ഒന്നുമില്ല. അതിനോട് ഇടപെടുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ശേഷം ചിന്ത്യം മുരളി തുമാരക്കുടി എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അതിരപ്പള്ളി മേഖലയിൽ സ്ഥിരമായി എത്തുന്ന ഒറ്റയാനാണ് ഏഴാറ്റുമുഖം ഗണപതി. ആന അതിരപ്പള്ളി സ്റ്റേഷൻ പരിസരത്ത് സ്ഥിരമായി എത്താറുണ്ടെന്നാണ് വിവരം. പോലീസുകാർ തന്നെ ആനയെ തുരത്താറുമുണ്ട്. കഴിഞ്ഞ ദിവസം ആന എത്തിയതോടെ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. ഇതോടെയായിരുന്നു പോലീസുകാരനെത്തി ഇടപെട്ട് ആനയെ തുരുത്തിയത്.